അതിശക്തമായ ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഗൗരവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു കാര്യം അയാൾ ജീവിത വിജയത്തിനുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇല്ല. ഞാൻ വെറുതെ പറയുന്നതല്ല അത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്ത സെഷൻസുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതിസൂക്ഷ്മ തലത്തിലോട്ട് നിങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തുവാണ് നമ്മുടെയൊക്കെ സാമ്പത്തികമാവട്ടെ, ശാരീരികമാവട്ടെ, മാനസികമാവട്ടെ, എല്ലാ ഇഷ്യൂസിന്റെയും കാതലായ കാരണം എന്ത് എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. യാതൊരു സംശയമില്ല. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ഫയലുകൾ എന്താകുന്നു എന്ന്. അതെങ്ങനെ മനസ്സിലാവുന്നത്? ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ്, സാറേ വലിയ പ്രതിസന്ധിയാണ് ജീവിതത്തിൽ, ഒത്തിരി ഇഷ്യൂസുകളാണ്, ഒന്നൊഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇനി എല്ലാം ശരിപ്പെടുത്തി കൊണ്ടുവരുമ്പോഴേക്കും കുടുംബത്തിൽ വേറെ ഇഷ്യൂ എന്ന് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അകത്ത് ഏത് രൂപത്തിലുള്ള ബ്ലൂ പ്രിന്റ് ആണ് ഉള്ളത് എന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാവരും ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ, മൈ ഡിയർ ഫ്രണ്ട്സ്. ആർ യു റെഡി ടു ചേഞ്ച് യുവർ ബ്ലൂ പ്രിന്റ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഫയലുകളെ മാറ്റാൻ തയ്യാറാകുന്നു എന്നതിനർത്ഥം. ഒന്ന് ടൈപ്പ് ചെയ്തേ. ആർ യു റെഡി ടു ചേഞ്ച് യുവർ ബ്ലൂ പ്രിന്റ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഈ ബ്ലൂ പ്രിന്റ് അടിസ്ഥാനത്തിലാകുന്നു ഓരോരുത്തരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒന്ന് ടൈപ്പ് ചെയ്തേ. എല്ലാം ടൈപ്പ് ചെയ്തേ. ഒന്ന് യെസ് ടൈപ്പ് ചെയ്തേ. ആർ യു റെഡി ടു ചേഞ്ച് യുവർ ബ്ലൂ പ്രിന്റ്? ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും, അങ്ങനെ ടൈപ്പ് ചെയ്യാനൊന്നും ആവൂല. കാരണം നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ തന്നെ ഉപബോധ മനസ്സിന് ഐ വാണ്ട് ടു ചേഞ്ച് എന്ന സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പല ആളുകളും ആക്ഷൻ എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതിൽ ആക്ഷനിലോട്ട് വരില്ല, എല്ലാം കേട്ടിരിക്കും. മനസ്സിലായില്ല? ഒരു ക്ലാസ് ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ പറയും ക്ലാസ് ഒക്കെ അടിപൊളി, ഗംഭീരം, ഉഷാർ. എന്നാൽ അത് തങ്ങൾക്ക് പ്രാക്ടിക്കൽ വൽക്കരിക്കുവാൻ ഏതെങ്കിലും തീരുമാനം ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഒരു തീരുമാനവും ഇല്ല. മനസ്സിലായി? അപ്പൊ ഞാൻ പറയുന്നു, എല്ലാവരും യൂട്യൂബിൽ കാണുന്നവരൊക്കെ ടൈപ്പ് ചെയ്യണം, യെസ് ടൈപ്പ് ചെയ്യണം. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിലുള്ള ബ്ലൂ പ്രിന്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വേര്. അതായത് ഫലത്തെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വേര്, ഈ വേരാകുന്നു ഒരു മനുഷ്യന്റെ ബ്ലൂ പ്രിന്റ്. ഈ വേരാകുന്നു മനുഷ്യന്റെ ബ്ലൂ പ്രിന്റ്. നമ്മളൊരു വീടിന് ബ്ലൂ പ്രിന്റ് ഉണ്ടാവും, നമ്മളൊരു ബിൽഡിങ്ങിന് ബ്ലൂ പ്രിന്റ് ഉണ്ടാവും, നമ്മളൊരു ബിസിനസ് പ്ലാനിന് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവും. എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ പണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കുടുംബത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒക്കെ ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റ് ഉണ്ടാവും. ഈ ബ്ലൂ പ്രിന്റിന് അപ്പുറത്തോട്ട് ഒരു മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയില്ല. ചിന്തിക്കുന്നതാകുന്നു ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ ഇവന്റെ ചിന്ത, ഇവനോട് എത്ര എഡ്യൂക്കേഷൻ കൊടുത്താലും, എത്ര ഇൻഫർമേഷൻ കൊടുത്താലും, എങ്ങനെ കൊടുത്താലും ഈ മനുഷ്യന് ഇയാളുടെ ഉള്ളിലുള്ള ബ്ലൂ പ്രിന്റിന് അപ്പുറത്തോട്ട് ഒരു തരിമ്പ് പോലും ചിന്തിക്കുവാൻ സാധ്യമല്ല. അപ്പോ ഒരു മനുഷ്യന്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഔട്ട്കം നമുക്കൊന്ന് സംസാരിക്കാം. ഔട്ട്കം, അതായത് ഏകദേശം ട്രെയിനേഴ്സ് ഒക്കെ, എല്ലാ ട്രെയിനേഴ്സും എല്ലാവരും പറയുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ തന്നെയാകുന്നു. അതായത് ജനുവിനായിട്ട് മനുഷ്യരിൽ മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന സകല ട്രെയിനേഴ്സും. നമ്മൾ ഏതെങ്കിലും ട്രെയിനേഴ്സിനെ ഇകഴ്ത്തിയിട്ട് നമ്മൾ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഇത്രയൊക്കെ ആളുകൾ ഒരുമിച്ച് കൂട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഉള്ളിൽ ഈ രൂപത്തിലൊരു സ്പാർക്ക് ഉണ്ടാവണം. അതല്ലാതെ ഒന്നും ആളുകൾ അവരുടെ ഉള്ളിൽ കൃത്യമായിട്ടൊരു ദിശാബോധമൊക്കെ ഉണ്ടാവണം എല്ലാവരുടെ ഉള്ളിലും. അപ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ഇത്രയും ആളുകളൊക്കെ ഒരുമിച്ച് കൂടും. അല്ലാണ്ട് വെറുതെ ഒന്നും കൂടില്ല.
അതുകൊണ്ട് നമ്മൾ ഒരാളെയും കൊച്ചാക്കുവാനോ ഒരാളെയും പരിഹസിക്കുവാനോ ഒന്നും നമ്മൾ റെഡിയല്ല. എല്ലാവരും പറയുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഓരോരുത്തരും മനസ്സിലാക്കുന്ന രൂപം മറ്റൊന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ട്രെയിനേഴ്സും എല്ലാ പുസ്തകങ്ങളും പറയുന്ന ഒരു ഫോർമുലയുണ്ട്. എന്താ ഫോർമുല? TFA. ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളതൊക്കെ നേരത്തെ ചെയ്തിരുന്നു, ഇപ്പൊ അതിനൊന്നും സമയം കിട്ടാറില്ല. പക്ഷേ ട്രാൻസാക്ഷൻ അനാലിസിസും NLP ഒക്കെ നമ്മുടെ എല്ലാ ക്ലാസ്സിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും ഞാൻ അതിൽ നിന്നാണ് എടുത്തുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. TFA എന്ന് പറഞ്ഞാൽ TFA ഈസ് ഈക്വൽ ടു R. T എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ ചിന്ത. അയാളുടെ ചിന്തക്ക് ആനുപാതികമായിട്ടായിരിക്കും അയാളുടെ ഫീലിംഗ്. ഈ ചിന്തയും ഫീലിംഗും ഏത് ദിശയിലോട്ടാണോ പോകുന്നത് അതനുസരിച്ച് മാത്രമേ അയാൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റൂ. ഒരാൾ എന്ത് ചിന്തിക്കുന്നുവോ, ഒരാൾ എന്ത് അയാൾക്ക് ഫീൽ ചെയ്യുന്നുവോ, ഇതിന്റെ അനന്തരഫലമായിട്ട് മാത്രമേ അയാൾ ആക്ഷൻ എടുക്കൂ. ഈ ആക്ഷന്റെ ഫലമാകുന്നു റിസൾട്ട്. മനസ്സിലായ? ഉദാഹരണമായിട്ട് ഞാനൊരു മനസ്സിലാക്കുവാൻ ഉദാഹരണം പറയാം. ഒരു മൂവി കാണണമെന്ന് ഒരാൾ ചിന്തിച്ചു, അയാൾക്ക് ഫീൽ ചെയ്തു, ശരി കൊള്ളാം, ആ മൂവി കൊള്ളാം, ജോക്കുണ്ട്, അല്ലെങ്കിൽ കഥയുണ്ട്, ആഴമുണ്ട്, കൊള്ളാം. അപ്പോ അയാളുടെ ചിന്തയും ഫീലിംഗും ഏകദേശം ഒന്നിച്ചു വന്നു. അപ്പോൾ അയാൾ ഒരു ടാക്സി വിളിക്കുന്നു, തിയേറ്ററിൽ പോകുന്നു, മൂവി കാണുന്നു, ആക്ഷൻ. അതിന്റെ റിസൾട്ട് എന്താണ്? ആ മൂവി ആസ്വദിക്കാൻ സാധിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണമാകുന്നു. ഒരു ഭക്ഷണം കഴിക്കണമെന്ന് ചിന്തിക്കുന്നു, അപ്പൊ കൊള്ളാം, ഇപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് ഫീൽ വരുന്നു, അപ്പോൾ ആക്ഷൻ എടുക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിലും ധനപരമായിട്ട് പണമുണ്ടാക്കുന്ന വിഷയത്തിലും മനുഷ്യന്റെ ഉള്ളിൽ അവൻ കാണാത്ത ചിന്തകളും ഫീലിങ്ങുകളും ആക്ഷനുകളും സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഏത് കാര്യം ചെയ്താലും വിജയിക്കും, അതേ കാര്യം തന്നെ വേറെ ഒരുത്തൻ ചെയ്താൽ പരാജയപ്പെടുകയും ചെയ്യും. അതിന് കാരണമുണ്ട്, ഞാൻ അതിലോട്ട് വരാം. മനസ്സിലായില്ലേ? ഈ ചിന്തയ്ക്ക് ഒരു ബേസ് ഉണ്ട്, ഒരു ബേസ്മെന്റ് ഉണ്ട്. ആ ബേസ്മെന്റ് അനുസരിച്ചാണ് ഇയാൾ ചിന്തിക്കുന്നത്, അതനുസരിച്ച് ഇയാൾക്ക് ഫീൽ ചെയ്യൂ, അതനുസരിച്ച് ഇയാൾ ആക്ഷൻ എടുക്കൂ. അപ്പോ സ്വാഭാവികമായിട്ടും ഞാനൊരു കാര്യം പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഈ ഫോർമുല അനുസരിച്ച് ഒരു മനുഷ്യന്റെ ചിന്തയും അയാളുടെ ഫീലിംഗും അത് ഡയറക്റ്റ് ആയിട്ട് അയാളുടെ ആക്ഷനിലോട്ട് പോകുന്നു. അപ്പൊ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. നമ്മൾ പണത്തെ കുറിച്ച് അവിടെ പഠിക്കുന്നത്. ഞാൻ ഈ പണത്തിൽ ഇങ്ങനെ കൂടാൻ കാരണം, ഞാൻ ഈ പണത്തിന്റെ ഇതിൽ തന്നെ ഇങ്ങോട്ട് എന്താ പറയാ, അതിൽ തന്നെ കൂടാൻ കാരണം, ഒരാൾക്ക് പണമുണ്ടായാൽ, ഒരാൾക്ക് ധനമുണ്ടായാൽ, ഒരാളുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടായാൽ അയാളുടെ സ്വഭാവം പതുക്കെ മെച്ചപ്പെടും, അയാളുടെ കുടുംബജീവിതം മെച്ചപ്പെടും, അയാളുടെ ആത്മീയത മെച്ചപ്പെടും. കാരണം ഇതൊക്കെ മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ അയാളുടെ കയ്യിൽ പണം ഒരുപക്ഷെ ആരുടെ കയ്യിലും വന്നേക്കാം, പക്ഷെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, പണക്കാരനായി നിലനിൽക്കണമെങ്കിൽ, അതാ ഞാൻ പറയുന്നത്. പണം വരിക പോവുക എന്നുള്ളതല്ല. ഉദാഹരണമായിട്ട് പണം പല രൂപത്തിൽ വന്നേക്കാം. നമ്മുടെ എന്താ പറയാ, കുടുംബ ഓഹരി വെച്ചപ്പോ, സ്വത്തോഹരി വെച്ചപ്പോ, നമ്മുടെ ഓഹരി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുത്തു. അപ്പൊ നമ്മുടെ കയ്യിൽ പണം വരും. മനസ്സിലായില്ലേ? ഈ പണം നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട്, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, അതായത് പണം വരും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു പാരാമീറ്റർ ഉണ്ട്, ഒരു തെർമോമീറ്റർ ഉണ്ട്, ഒരു അളവുണ്ട്. ഈ അളവ് എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെച്ചത്, അത്രയും പണം മാത്രമേ നമ്മുടെ കയ്യിൽ വരൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 100കളും 500കളും ഒക്കെ ആകുന്നു നമ്മുടെ ആ തെർമോമീറ്റർ എങ്കിൽ 1000 നമ്മുടെ കയ്യിൽ നിൽക്കില്ല. 1000 വന്നു കഴിഞ്ഞാൽ അത് 100ലോട്ടോ 500ലോട്ടോ കുറയും, ചുരുങ്ങും. നമ്മുടെ തെർമോമീറ്റർ 1000ങ്ങളുടേതാണെങ്കിൽ 10,000 വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പോകും, 1000 മാത്രം നിൽക്കും. നമ്മുടെ തെർമോമീറ്റർ 10,000ത്തിൻ്റെതാണെങ്കിൽ ലക്ഷങ്ങൾ വന്നു ചേരില്ല, അഥവാ വന്നു ചേർന്നാൽ തന്നെ ആ ലക്ഷ്യങ്ങളൊക്കെ പോകും. എന്നിട്ട് 10,000ത്തിൽ കംഫർട്ടബിളിൽ നിൽക്കും. ഇനി അങ്ങോട്ട് ഞാൻ പറയേണ്ടതില്ല, എല്ലാം അങ്ങനെയാണ്.
അതായത് 5+5=10. യദ്ഭാവാ തദ്ഭവതി. എന്താണോ സെറ്റ് ചെയ്തു വെച്ചത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ഞാൻ പറയുന്നത്, ഒരാൾക്ക് ഇങ്ങനെ പണം വന്നിട്ട് ഒരാളുടെ സെറ്റിംഗ് പോയിന്റ് ഒരു എന്താ പറയാ 10,000-ങ്ങളുടേതാണെങ്കിൽ ആ സെറ്റിംഗ് പോയിന്റ് മാറുമ്പോഴാകുന്നു അയാൾക്ക് ലക്ഷപ്രഭുവാകുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ലക്ഷങ്ങളും കോടികളും ഒക്കെ സ്ഥിരമായി അയാളുടെ കൈവശം നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് അതിങ്ങനെ കൂടി 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 ട്രില്യനിലോട്ട് പോകണമെങ്കിൽ അയാൾ ഒരു ശക്തനായ വ്യക്തിയായിരിക്കണം. അയാൾ ഒരു സൽസ്വഭാവിയായിരിക്കണം. അയാൾക്ക് മനുഷ്യരോട് അടങ്ങാത്ത സ്നേഹമുണ്ടായിരിക്കണം. അയാൾക്ക് വർഗീയത ഉണ്ടാവാൻ പാടില്ല. അയാൾ ഒരു കരുത്തുറ്റവനായിരിക്കണം. അയാൾ ഒരു ആത്മീയനായിരിക്കണം. അയാൾ ഒരു ജെനുവിനായ സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കണം. അപ്പൊ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, സാറേ സ്പിരിച്വൽ പേഴ്സൺ എന്ന് സാർ ഉദ്ദേശിച്ചത് എന്താവുന്നു? സ്പിരിച്വൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഡെഫിനിഷൻ കൊടുക്കുന്നത് ആത്മാവിന്റെ പ്രവർത്തനം എന്നാകുന്നു. ആത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മതങ്ങളിലും എല്ലാ വേദഗ്രന്ഥങ്ങളിലും എല്ലാ ഫിലോസഫിയിലും പഠിച്ചു. ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭാഗമാകുന്നു. ദൈവത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാകുന്നു? കരുണ, ദയ, കാരുണ്യം, വിട്ടുവീഴ്ച. അതേപോലെ തന്നെ എന്താ പറയാ, എല്ലാ ദർശനങ്ങളിലും ഒരുപാട് ക്വാളിറ്റി ദൈവത്തിന് പറഞ്ഞിട്ടുണ്ട്. ആ ക്വാളിറ്റി എല്ലാം ഏതൊരുവൻ വഹിക്കുന്നുവോ അവനാകുന്നു ആത്മീയൻ. മനസ്സിലായില്ല? ചില ആൾക്കാരൊക്കെ പറയും, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ സാക്ഷിയാകുന്നു. എന്താ ഈ സാക്ഷിയാവേണ്ടത്? സാക്ഷിയാവേണ്ടത് ദൈവത്തിന്റെ ഗുണങ്ങൾ എന്നിൽ ഉണ്ട് എന്ന് ഞാൻ സാക്ഷിയാവുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഒരാൾക്ക് ദൈവത്തിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ആത്മാവിന്റെ ഗുണങ്ങൾ തന്നിൽ ഉണ്ട്. അങ്ങനെ വരുമ്പോ ഒരു ആത്മീയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റൊരാളെ വെറുക്കാൻ കഴിയില്ല. അയാൾക്ക് മറ്റൊരാളോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് തന്റെ സഹോദരനേക്കാൾ താൻ മെച്ചപ്പെട്ടവരാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇൻഫീരിറ്റി കോംപ്ലക്സ് ഉണ്ടാവില്ല. അയാൾ ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹിയായിരിക്കും. ശരിയല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ? ഇതാകുന്നു ആത്മീയത. മനസ്സിലായില്ലേ? അതല്ലാതെ എന്റേത് മാത്രമാണ് ശരി, മറ്റെന്റേത് ശരിയല്ല, എന്റേത് മാത്രമാണ് ആത്മീയത. അതിങ്ങനെ നിങ്ങൾ സർവ മനുഷ്യരും എന്താ പറയാ ദൈവത്തിന്റെ അംശമാകുമ്പോൾ സർവ മനുഷ്യരിലും ഉണ്ടാവേണ്ട ഗുണമാകുന്നു ആത്മീയത. ആ തലത്തിൽ നമ്മൾ എത്തുക എന്നതാകുന്നു. മനസ്സിലായില്ലേ? ആ തലത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഒരു ആത്മീയനായി. പലപ്പോഴും ദുഃഖകരമായ ഒരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലൊക്കെ പോകും, അതാണ് ആത്മീയത എന്നാ വിചാരിക്കുന്നത്. അതൊക്കെ പോകണം, അത് ലൈഫിന് ഓർഡർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടോ ഇവരുടെ പ്രവർത്തനം മുഴുവൻ പിശാചിന്റെ പ്രവർത്തനം, സാത്താനിക് വേർഷൻ, വെറുപ്പ്, പക. എങ്ങനെ മറ്റുള്ളവന് പണി കൊടുക്കാൻ പറ്റും, എങ്ങനെ മറ്റുള്ളവരെ തകർക്കാൻ പറ്റും. എന്നിട്ട് ഇവൻ വിചാരിക്കുന്നത് ഞാൻ ഒരു ആത്മീയനാകുന്നു. എന്താ കാരണം? ഞാൻ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഇതല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പണക്കാരനാണെങ്കിൽ അയാൾ യഥാർത്ഥത്തിലുള്ള ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിട്ടിരിക്കും, ഒരു ആത്മീയനായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പണത്തിന്റെ പിന്നാലെ ഇങ്ങനെ കൂടുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നു ആളുകൾ ഈ രൂപത്തിൽ ചിന്തിക്കുകയും, അതല്ലാതെ നമ്മളിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്ത് നാളെ പണം വരുത്തുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ നടന്നാൽ തന്നെ അതാ ട്രഷർ കോഴ്സ് ഒക്കെ നമ്മൾ 1 വർഷത്തോളം നീണ്ടു കൊണ്ടുപോകുവാനുള്ള കാരണം നമ്മുടെ മനസ്സിന്റെ ഈ ഒരു സെറ്റിംഗ് പോയിന്റ് മാറ്റുക എന്ന പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ ധനത്തിന്റെ വിഷയത്തിൽ പറയാൻ കാരണം, അങ്ങനെ ഒരു യഥാർത്ഥ ധനവാനാകുമ്പോ അയാളുടെ ഉള്ളിലെ ബ്ലൂ പ്രിന്റ് മാറ്റിമറിക്കുമ്പോ അയാൾ നല്ലൊരു കുടുംബസ്ഥനാവും, അയാൾ നല്ല ഒരു മനുഷ്യനാവും, ഒരു ഡെവലപ്ഡ് വിശാലമായ വ്യക്തിത്വമുള്ള ആളാകും, ഒരു യഥാർത്ഥ ആത്മീയനാകും. മനസ്സിലായി? അപ്പോഴേ അയാൾ യഥാർത്ഥത്തിൽ പണക്കാരനാവാൻ പറ്റൂ. ഇങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മുടെ ഉള്ളിൽ ഒരു ദിവസം കൊണ്ട് സന്നിവേശിപ്പിക്കാൻ പറ്റുമോ? ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വീട് 2 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കണം.
എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഇനി ചൈനയിലോ മറ്റോ ഉണ്ടോ എന്ന് അറിയില്ല. ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വീട് 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നിർമ്മിക്കുവാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ടൈപ്പ് ചെയ്ത്. ഉണ്ടോ? ഇന്ത്യയിലുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ നോക്കട്ടെ. എനിക്ക് അറിയാത്തതിന് എനിക്ക് എന്നേക്കാളും അറിവുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പറയാം. ഇല്ല, ഇന്ത്യയിൽ അങ്ങനെ സംവിധാനമില്ല. അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യയിലില്ല. അപ്പൊ അതിൻ്റെതായ ഫൗണ്ടേഷൻ കെട്ടണം, അതിൻ്റെതായ അടിത്തറ. 10,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 1-2 നിലകളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും താഴോട്ട് കുഴിച്ച് അത്രയും ഫൗണ്ടേഷൻ ഒക്കെ കെട്ടി അങ്ങനെ മുന്നോട്ട് പോകണം. അതല്ലാതെ നിങ്ങൾക്ക് 10,000 സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് അഥവാ ഒരുത്തൻ ഉണ്ടാക്കി തന്നാൽ അത് ഒറിജിനൽ അല്ല. ഇത് തന്നെയാകുന്നു യഥാർത്ഥത്തിൽ ഒരു പണക്കാരനാവണമെങ്കിൽ ഇവന്റെ അടിത്തറ എന്ത് ചെയ്യണം? ശക്തമായി കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. തട്ടിപ്പും വെട്ടിപ്പൊന്നും നടക്കുന്ന പരിപാടിയല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവര്, അപ്പോ ഈ രൂപത്തിൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ബ്ലൂ പ്രിന്റിന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു കാര്യം, എങ്ങനെയാകുന്നു സർ നമ്മുടെ ഈ ബ്ലൂ പ്രിന്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്? എങ്ങനെയാകുന്നു നമ്മുടെ ഉള്ളിൽ ഈ ബ്ലൂ പ്രിന്റ് ഉണ്ടാവുന്നത്? അപ്പോ ബ്ലൂ പ്രിന്റ് ഉണ്ടാവുന്നത് എങ്ങനെയാകുന്നു? നമുക്കറിയാം, കഴിഞ്ഞ കാല അനുഭവങ്ങളിലൂടെയാകുന്നു ബ്ലൂ പ്രിന്റ് ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് നമ്മളോട് ഒരുത്തൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് നിന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ നിനക്ക് ഒരുപാട് പണം കിട്ടും. ഇൻവെസ്റ്റ് ചെയ്തു, പണമൊക്കെ പോയി. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പറയുന്ന കാര്യം കേൾക്കാൻ പറ്റില്ല. അതൊരു ബ്ലൂ പ്രിന്റ് ആണ്, അതൊരു ബ്ലൂ പ്രിന്റ് ആയിട്ട് മാറും. അപ്പൊ ഒരു കാര്യം, ഇപ്പോ നമ്മൾ അങ്ങനെ ഒരുത്തൻ പറഞ്ഞത് കേട്ടിട്ട് പൈസ കൊണ്ടുപോയി ഇടുവാനുള്ള കാരണം എന്താ? അപ്പൊ നമ്മൾ നേരത്തെ അതിനേക്കാളും താഴെ ചെറിയ പ്രായത്തിലോട് പോകണം. അപ്പോ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും എന്ത്? അധ്വാനിക്കാതെ എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ കൊണ്ടുപോയിട്ടാൽ അങ്ങനെ പൈസ ഇരട്ടിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അത് അടിസ്ഥാനത്തിലാണ് ഒരുത്തം വന്നപ്പോൾ നമ്മൾ ആ തീരുമാനം എടുത്തത്. അപ്പൊ അടിയിലോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനം നമ്മുടെ ചെറിയ പ്രായമായിരിക്കാം, പ്രത്യേകിച്ച് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഈ ബ്ലൂ പ്രിന്റ് ഈ രൂപത്തിൽ ആകുവാൻ, നമ്മുടെ ബ്ലൂ പ്രിന്റ് ഈ രൂപത്തിലോട്ട് മാറുവാൻ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടാവാം? ഒന്ന് മനസ്സ് വിചാരിച്ചു നോക്കൂ. ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടാവാം? നമുക്ക് പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പങ്ക് വളരെ കുറവായിരിക്കും. നമ്മുടെ ഇന്നത്തെ ചിന്താരീതിയുടെയും കാഴ്ചപ്പാടിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തിപരമായി നമ്മുടെ പങ്ക് വളരെ കുറവായിരിക്കും. നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പൊ നമ്മുടെ ബ്ലൂ പ്രിന്റിന് ആരൊക്കെയാകുന്നു കാരണക്കാരെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, മാതാവും പിതാവും അവരുടെ വിശ്വാസങ്ങളും അവരുടെ കാഴ്ചപ്പാടും, പ്രത്യേകിച്ച് പണത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെയുള്ള അവരുടെ ചിന്താഗതി, അവരുടെ കാഴ്ചപ്പാട്, അവർ കേട്ടത്, അവർ കണ്ടത്, അവർ അനുഭവിച്ചത്, ഇതെല്ലാം അറിയാതെ നമ്മിലോട്ട് ചൊരിഞ്ഞു തരും. മാതാപിതാക്കൾക്ക് നമ്മുടെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നതിൽ പങ്കുണ്ട്. നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മളൊരു പക്ഷേ ചെറിയ കുട്ടിയാണെങ്കിൽ മൂത്ത നമ്മുടെ സഹോദരന്മാരുടെ പ്രവർത്തനത്തിൽ ഇതിന് പങ്കുണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കൾ, മനസ്സിലായോ? നമ്മുടെ സുഹൃത്തുക്കൾ, എന്താ പറയാ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പഠിച്ചു നല്ലത് ചെയ്യണം, പുറത്തു കഴിയുന്ന സമയത്ത് സുഹൃത്തുക്കളും നല്ലത് ചെയ്യുന്നില്ല. അപ്പോ ഞാൻ പറയുന്ന സുഹൃത്തുക്കൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ എന്താ പറയുക മതപുരോഹിതന്മാർ, മൊത്തത്തിൽ നമ്മുടെ സംസ്കാരം, സോഷ്യൽ മീഡിയ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി കൃത്യമായി സ്വാധീനം ചെലുത്തിയവരാകുന്നു. ഇപ്പൊ ഇതിൽ ഞാൻ ഒറ്റ കാര്യം എടുക്കാം. ഉദാഹരണമായിട്ട് എൻ്റെ നാട്ടിലൊക്കെ
ഞാൻ ഈ നടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കാണാറുണ്ട്, കുറെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ സ്ഥിര താമസമാക്കി റേഷൻ കാർഡും വോട്ടർ ഐ ഡി ഒക്കെ ഉണ്ടാക്കി സ്ഥിരം താമസമാക്കിയ ഒരു പറ്റം ആൾക്കാർ എന്റെ നാട്ടിലുണ്ട്, എന്റെ പഞ്ചായത്തിലുണ്ട്. അപ്പോ അവരൊരു കൾച്ചറാകുന്നു. അവര് വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കി അവരുടെ മക്കളെ കല്യാണം ഇതൊക്കെ ഇവിടെ തന്നെയാണെങ്കിലും ഒരു കൾച്ചറാകുന്നു അവർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ അവരെ നിരീക്ഷിക്കുന്ന സമയം നമ്മൾ കാണുന്ന എന്താ ചോദിക്കുകയാണെങ്കിൽ, ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ കൂര, മുറ്റമൊന്നും വൃത്തിയില്ലാത്ത, അതായത് നമ്മുടെ നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും അവർ തലമുറകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു കൾച്ചർ തന്നെ അങ്ങനെയാകുന്നു. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് സംഭവിക്കും ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു കൾച്ചറുള്ള ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭാശയത്തിൽ നിന്ന് തന്നെ ഇയാൾക്ക് പണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു തരം വിശ്വാസത്തോടു കൂടിയാണ് ഇയാൾ ജനിക്കുന്നത് തന്നെ. മനസ്സിലായില്ലേ? ചില കൾച്ചറുകളിൽ ധനം പാപമാകുന്നു. ഒട്ടകം സൂചിക്കോയിലൂടെ പോയാലും ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മനസ്സിലായില്ലേ? ധനവാൻ എപ്പോഴും മോശപ്പെട്ട ആളായിരിക്കും. ഇതൊക്കെ ഇതിനൊക്കെ ആന്തരാർത്ഥം വേറെയാകുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആന്തരാർത്ഥം വേറെയാകുന്നു. പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വളച്ചൊടിച്ച് ഒരു കാലത്ത്, പണമില്ലാത്ത കാലത്ത്, ദാരിദ്ര്യമുള്ള കാലത്ത് തങ്ങളുടെ ദാരിദ്ര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി പണക്കാരോട് അസൂയയും കുശുമ്പും വെറുപ്പും ഒക്കെ ഉള്ള ആളുകൾ തങ്ങള് ഇങ്ങനെയൊക്കെ ആയത് കുഴപ്പമില്ല, കൊള്ളാം, അവരൊക്കെ മോശപ്പെട്ട ആൾക്കാരാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകളാകുന്നു ഇത്. അങ്ങനെയൊക്കെ ഒരു കൾച്ചറായി വന്ന ആളുകളുണ്ട്, ഒരു സംസ്കാരമായി വന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ തന്നെ ഗുജറാത്തിലെ മാർവാഡീസിനെ സംബന്ധിച്ചിടത്തോളം, മാർവാഡീസിനെ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അവർക്ക് പണം ജനിച്ചു വീഴുമ്പോൾ തന്നെ അവർക്ക് പണത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം എന്നുള്ള ഒരു പ്രോഗ്രാമിങ്ങോട് കൂടിയാണ് അവർ ജനിക്കുന്നത് തന്നെ. അവർ വ്യാപാരികളാകുന്നു, വ്യവസായികളാകുന്നു, അവർ നല്ല ധാരാളം പണം ഉണ്ടാക്കുന്നവരാകുന്നു, മനോഹരമായി ജീവിക്കുന്നവരാകുന്നു, അവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാകുന്നു, അവർ ചതി വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാകുന്നു. അതൊരു സംസ്കാരമാകുന്നു അവരുടേത്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലായി, നമ്മൾ ജനിച്ച സംസ്കാരം ഏതാകുന്നു, കുടുംബം ഏതാകുന്നു, മതം ഏതാകുന്നു, ഇതിനനുസരിച്ച് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രോഗ്രാമിങ്ങോട് കൂടിയാണ് പലരും ഈ ലോകത്തോട്ട് വരുന്നത്. ഒരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ സംഭവിച്ചത് പണത്തെക്കുറിച്ച് നമ്മൾ ഏത് രൂപത്തിലാണ് ചിന്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടവരാ. നമ്മൾ പഠിച്ചവരല്ല, നമ്മൾ മനസ്സിലാക്കി പഠിച്ചവരല്ല. ഈ രൂപത്തിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പണം എന്നാൽ ഇങ്ങനെയാകുന്നു, ജീവിതം എന്നാൽ ഇങ്ങനെയാകുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ടവരാകുന്നു നമ്മൾ. Can you agree with me? Please type. Can you agree with me, my dear friends? ശരിയല്ലേ? എങ്ങനെ പണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നത് പഠിപ്പിക്കപ്പെട്ടവരാകുന്നു നമ്മൾ, പഠിച്ചവരല്ല. അപ്പൊ ഈ പഠനം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ പോലും അറിയാതെ ഈ പഠനം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പഠനം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശിഷ്ടകാലം മുഴുവനും ഈ പഠനം, ഏത് രൂപത്തിലാണ് മോനെ നീ ചിന്തിക്കേണ്ടത് എന്ന് നിങ്ങളുടെ ഉള്ളിലോട്ട് ഇട്ട് തന്ന, അതൊക്കെ വളരെ ഡീപ്പായിട്ട് പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇതിനെ പൊളിക്കാതെ നമുക്ക് മാറുവാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ട്,
ഈ മണി മൈൻഡ് സെറ്റ് കോഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അതായത് ഇത് എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ രൂപത്തിലെ ഫീയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യം ചെയ്യേണ്ടത് സാമ്പത്തികമായ പ്രതിസന്ധിയെ മറികടക്കുവാൻ അയാളിലുള്ള കഴിവിനെ മാറ്റി, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായ അയാളുടെ ഉള്ളിലുള്ള ഈ പ്രോഗ്രാമിങ്ങിനെ, ഈ ഫയലിനെ അവിടെ എടുത്ത് കളയുക എന്നതാകുന്നു. ഈ പണി മാത്രം ഇയാൾ ചെയ്യൂല. ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ 50 ലക്ഷം കടമുണ്ട്, 50 ലക്ഷം. ഞാൻ ഇപ്പൊ ട്രഷർ കോഴ്സ് ചേരണോ, എൻ്റെ കടത്തിലേക്ക് എന്തെങ്കിലും അടക്കണോ? ഞാൻ പറഞ്ഞു, 50 ലക്ഷം രൂപക്ക് നിങ്ങൾ കടമുണ്ട്, നിങ്ങളെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്, നിങ്ങൾ പോയിട്ട് ആദ്യം 50 ലക്ഷത്തിലേക്ക് അടക്കല്ല വേണ്ടത്. 50 ലക്ഷം കടമുള്ള ഒരുത്തൻ ചെയ്യേണ്ടത് 1 കോടി ഉണ്ടാക്കുവാനുള്ള കഴിവ്, ഫയലുകൾ അവന്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് അതിൽ അദ്ദേഹത്തിന് കൈവശമുള്ള ആ 1 ലക്ഷം അതിനുവേണ്ടി അയാൾ ചെലവഴിക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാമിംഗ് ഇയാളെ കയ്യിലില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇയാളിൽ ഒന്നും ഇൻവെസ്റ്റ്മെന്റ് നടത്തൂല. ഇൻവെസ്റ്റ്മെന്റ് നടത്താതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കടക്കണിയിലോട്ട് പോകുവാനുള്ള പ്രോഗ്രാമിംഗ് ഇയാളുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അതനുസരിച്ച് അയാൾക്ക് ചിന്തിക്കാൻ പറ്റൂ, അതനുസരിച്ച് അയാൾക്ക് ഫീൽ ചെയ്യൂ, അതനുസരിച്ച് അയാൾ പണിയെടുക്കൂ. അതിന്റെ ആ പണിയുടെ അടിസ്ഥാനമാകുന്നു ഇങ്ങനെയുള്ള കോഴ്സുകളൊന്നും വരാതിരിക്കുക, ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോവുക. ഇതൊക്കെ എന്തിന്റെ ബേസ് ആകുന്നു? ഇയാളുടെ ഉള്ളിൽ ധനപരമായ ഒരു തീരുമാനമെടുക്കുവാനുള്ള ഒരു ഫയൽ ഇല്ലാത്തതിന്റെ ഒരു ദോഷമാകുന്നു പ്രിയപ്പെട്ടവരെ. ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയുന്നു, നമ്മൾ ഓരോരുത്തരും പഠിച്ചെടുത്തതല്ല. നമ്മുടെ കണ്ടില്ലേ നിങ്ങൾ, ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകളായിരിക്കാം. ഈ ചുട്ടയിലെ ശീലം, ഇപ്പൊ അടുത്ത ദിവസം ഞാൻ കേട്ടൊരു കഥ എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു ഡോക്ടർ ഭാര്യയും വൈഫും കൂടി ഹസ്ബൻഡും കൂടി പോവാ. ഒരു കാറിൽ പോകുന്ന സമയത്ത് രസകരമായ സംഭവമാണ്, ഒരു കറുത്ത പൂച്ച വിലം കടിച്ചു. അപ്പൊ ഡോക്ടർ ഹസ്ബൻഡ് ഒരൊറ്റ ചവിട്ട് കാർ. അപ്പൊ വൈഫ് ചോദിച്ചു, എന്തുവാ മനുഷ്യ? അല്ല നീ കണ്ടില്ലെന്ന് ചോദിച്ചു. എന്ത്? ഇന്നിപ്പോ നമ്മൾ പോകുന്ന ആ കാര്യം നടക്കാൻ പ്രയാസമാണ്. എന്താ കാര്യം? ഒരു കറുത്ത പൂച്ച വിലങ്ങ് കിട്ടും. അപ്പൊ എത്ര നമ്മൾ പഠിച്ചാലും നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്ത കാര്യങ്ങൾ, അത് ആ ഫയൽ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നിടത്തോളം കാലം, നമ്മൾ ആ ഫയലിൽ ഇടപെട്ടുകൊണ്ട് തിരുത്തൽ വരുത്താതിരിക്കുന്നിടത്തോളം കാലം, ആ ഫയൽ, ആ ഫോൾഡർ അവിടെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ എത്ര അനാട്ടമി പഠിച്ചാലും ഫിസിയോളജി പഠിച്ചാലും ബ്ലഡിന്റെ എന്താ പറയുക അടങ്ങിയിട്ടുള്ള എന്താ പറയുക സെല്ലുകളെ കുറിച്ച് പഠിച്ചാലും, ഈ ഫയൽ അവിടെ തന്നെ കിടക്കുന്നിടത്തോളം കാലം ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ ഉണ്ടാവും, ചെയ്യേണ്ടി വരുമോ അയാൾക്ക്. എത്രയോ ആൾക്കാരുണ്ട് ഉന്നതമായ ജോലി. ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്, ഒരു ഡോക്ടർ, ഒരു സർജൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹം കൈവച്ചാൽ അത് സുഖപ്പെടുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. പേരൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാകുന്നു. വ്യക്തിപരമായിട്ട് എനിക്കും അദ്ദേഹത്തെ വലിയ താല്പര്യമാകുന്നു. എവിടെ കണ്ടാലും അദ്ദേഹം താല്പര്യം കാണിക്കും, സ്നേഹത്തോട് അടുത്തു വരും, കാര്യങ്ങൾ അന്വേഷിക്കും, ചോദിക്കും. നല്ല മനുഷ്യൻ. മനസ്സിലായോ? അദ്ദേഹം കല്യാണം കഴിച്ചത് അതിസുന്ദരിയായ മറ്റൊരു ഡോക്ടറെ. മനസ്സിലായോ? കല്യാണം കഴിച്ചു, പക്ഷെ ആകെ പരാജയപ്പെട്ടു. അദ്ദേഹം മദ്യപാനത്തിന് അഡിക്റ്റായി. ഞാൻ പേരും സ്ഥലവും ഒന്നും പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല. എന്തുവാ കാരണം പ്രിയപ്പെട്ടവര്? എത്ര എഡ്യൂക്കേഷൻ ഉണ്ടായാലും, എത്ര ഇതുണ്ടായാലും, ഈ അകത്ത ഫയല്, അകത്തുള്ള ഫോൾഡറുകള് ഇത് ഈ രൂപത്തിലാണെങ്കിൽ, കഴിവെത്ര ഉണ്ടായാലും ആ ഫോൾഡർ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പോവുക. കയ്യിൽ പണമുണ്ടാവില്ല.
മനസ്സിലായോ? അപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, ഈ ഡോക്ടർക്കാവട്ടെ, അപ്പൊ ഞാൻ ഡോക്ടർ കാര്യം പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാകുന്നു ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയാ ഉന്നത ഉദ്യോഗസ്ഥന്മാർ. അപ്പൊ അവരുടെ കാര്യം അതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവര്? അപ്പൊ ഞാൻ പറയുന്നത്, ഒരാൾക്ക് ഈ പറയപ്പെട്ട ബ്ലൂ പ്രിന്റിൽ ചോദ്യം ചെയ്യാതെ ഇങ്ങനെയാകുന്നു ധനത്തെക്കുറിച്ച്. രസകരമായ മറ്റൊരു കാര്യം ഞാൻ ആലോചിക്കുന്നത്, ഒരു 15 വർഷം മുമ്പ് ഞാൻ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാകുന്ന സമയത്ത് ഞാൻ പരിചയമുള്ള ഒരാൾ, അന്നും അയാൾ അങ്ങനെ തന്നെ. ഈ അടുത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടു, ഇന്നും അങ്ങനെ തന്നെ. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇങ്ങനെ പോകുന്നു, നമ്മൾ അന്ന് കണ്ട മാതിരി തന്നെ പോകുന്നു. ശമ്പളം എത്രയുണ്ട്? വളരെ കുറഞ്ഞൊരു, അന്നുള്ളതിനേക്കാൾ ഒരു 2000 രൂപ കൂടിയിട്ടുണ്ട് 15 വർഷം മുമ്പുള്ളതിനേക്കാൾ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ മതിയേ? നമ്മുടെ വാപ്പാപ്പന്മാരുടെ ഒക്കെ ആ ഒരു വഴിയിൽ അങ്ങനെ പോയാൽ മതി. നമുക്ക് അധികം ഒന്നും വേണ്ട. മനസ്സിലായില്ല? അതായത് അദ്ദേഹം പിതാവിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും ഒക്കെ കണ്ടത് ഈ പറയപ്പെട്ട സംഭവമാകുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ മതി. അവരുടെ ആ വഴിയിൽ നിന്നും തെറ്റാതെ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇയാൾക്ക് ഇയാൾ നല്ല കഴിവുള്ള ആളാണ്, നല്ല നിപുണനാണ്, മിടുക്കനാണ്. അപ്പൊ ഈ മിടുക്കനായ ഇയാളുടെ ഇന്നത്തെ അവസ്ഥ മാറ്റിയിട്ട് കുറെ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലോട്ട് പോകുവാനുള്ള ഏത് കാര്യം വന്നാലും അതിലോട്ട് നോക്കുവാനോ, ചിന്തയെ അങ്ങോട്ടേക്ക് നയിക്കുവാനോ, ഫീലിങ്ങിനെ ആ വശത്തോട് ഉയർത്തുവാനോ ഈ മനുഷ്യന് കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രോഗ്രാമിംഗ് ആണ് തന്റെ ഉള്ളിലുള്ളത്. എന്നിട്ട് എന്താ സംഭവം? ഒരു ഭാര്യ, 3 മക്കൾ, വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല, ആ വീടിന് തന്നെ ലോണ്, കുഞ്ഞുങ്ങളെ പഠനത്തിന് പൈസയില്ല. എങ്ങനെ? ഇപ്പൊ ചെലവുകൾ എത്രയാകുന്നു പ്രിയപ്പെട്ടവരെ? ഈ പണമൊന്നും ഈ സാധുവിന്റെ കയ്യിലില്ല. എന്നിട്ട് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കാതെ ഞാൻ എങ്ങനെയാണോ എൻ്റെ വാപ്പാപ്പന്മാരിൽ കണ്ടത് അങ്ങനെ തന്നെ പോകും. ഇത് ഇയാളെ ഉപബോധ മനസ്സിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇത്രയും ഡിഗ്രിയും PG ഒക്കെ ഉണ്ടായിട്ടും ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കുവാനുള്ളത് ഇയാളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാകുന്നു. ഇത് തന്നെയാകുന്നു എല്ലാവരും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഹാപ്പി പാർക്ക് ചെയ്യുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ മോട്ടിവേഷൻസിന്റെ പരിപാടിയല്ല. ഈ പറയപ്പെട്ട ബ്ലൂ പ്രിന്റ്, ഈ പറയപ്പെട്ട പണക്കാരുടെ ഫയലുകൾ, പണക്കാരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളതും പാവപ്പെട്ടവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇല്ലാത്തതുമായ ഫയലുകൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്, ഈ ഫയലുകൾ എങ്ങനെ, പണക്കാരന്റെ ഫയലുകൾ എങ്ങനെ നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്യും എന്ന് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച്, ഇവിടെയാണ് നമ്മൾ മാറ്റം കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ പറയുന്നത് ശരിയല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്ന് അറിയണല്ലോ. ഇതാകുന്നു ചെയ്യേണ്ടത്, ഇതാകുന്നു ട്രഷറിൽ ചെയ്യുന്നത്, ഇതാകുന്നു EFT ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ നമ്മൾ ആ ഫോർമുലയിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകുന്നു. അതായത് ഫോർമുല എന്താണ്? ചിന്തിക്കുന്നു, ഫീൽ ചെയ്യുന്നു, ആക്ഷൻ എടുക്കുന്നു, അത് റിസൾട്ടോട് പോകുന്നു. അപ്പോ ഒരു വിജയിച്ചവൻ ചിന്തിച്ച പോലെ എന്തുകൊണ്ട് ഇവന് ചിന്തിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് പരാജയപ്പെട്ടവൻ വിജയിച്ചവൻ ചിന്തിച്ച പോലെ ചിന്തിക്കുന്നില്ല? പണമുണ്ടാകുന്നവൻ ചിന്തിക്കുന്ന പോലെ പണം നഷ്ടപ്പെടുന്നവൻ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമായി? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ചിന്തകൾക്ക് ആധാരമായിട്ടുള്ള ചില ഫോൾഡറുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഫോൾഡറുകൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഫോൾഡറുകളുടെ ഉള്ളിൽ ഫയലുകളുണ്ട്. ഈ ഫയലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. നമ്മുടെ പഴയ പ്രോഗ്രാമിംഗ് ഫയലുകളാക്കി വെച്ചിരിക്കുന്നു. ഈ ഫയലുകൾ അടിസ്ഥാനത്തിൽ മാത്രമേ മനുഷ്യൻ ചിന്തിക്കാൻ പറ്റൂ. ഇതിന് അങ്ങനെ എളുപ്പത്തിൽ, അതാ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ
ഈ സത്യം അറിയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് അപ്ലിക്കബിൾ ആക്കിയിട്ട് അപ്ലിക്കേഷൻ ലെവലോട്ട് കൊണ്ടുപോയി എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതല്ലാതെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു എന്താ പറയുക ഉട്ടോപ്യൻ കഥ പറയല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ എങ്ങനെ, എഡിസൺ ഇങ്ങനെ, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ പിന്നെ അയാൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അയാളൊക്കെ അങ്ങനെ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ആകൂ, എനിക്ക് തൽക്കാലം അങ്ങനെ ആവാൻ സൗകര്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ്. ഞാൻ കടന്നുപോയി എൻ്റെ ലൈഫിൽ അപ്ലിക്കേഷൻ ലെവലോട് കൊണ്ടുപോയി മാറ്റം കൊണ്ടുവന്ന ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി? അപ്പോ ആ ഫോൾഡർ നമ്മുടെ ഉള്ളിലുണ്ട്, അതിൽ ഫയലുണ്ട്. ഈ ഫയലിനെ മാറ്റണമെങ്കിൽ നമ്മൾ തയ്യാറാവണം. ഇത് ഒരു ഹാബിറ്റായിട്ട് പെർമനന്റ് ആയിട്ട് അള്ളിപ്പിടിച്ച് അവിടെ ഇരിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾക്കും ശരിയാതൊന്നും തോന്നുന്നില്ല എങ്കിൽ സാറേ, 4 ഭാഗത്തുനിന്നും പ്രശ്നം. ചെറിയ ആൾക്കാരൊക്കെ ചില പ്രശ്നങ്ങൾ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അവര് തന്നെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ അടച്ചിട്ടാ പറയാം. ഒരു പരിഹാരവും ഇല്ല എന്ന രൂപത്തിൽ ഇന്ന പ്രശ്നം, ഒരു 4 പ്രശ്നങ്ങൾ പറയും. ഇതിനൊക്കെ 4 രൂപത്തിൽ പരിഹാരം ഉണ്ടാവും. ആ പരിഹാരം അടച്ചിട്ട് നമ്മളോട് ചോദിക്കും ഇനി എന്ത് ചെയ്യണം. ഇതൊക്കെ ഇയാളുടെ അകത്തെ ഫയലിന്റെ ഔട്ട്കം ആണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒന്ന് EFTയിൽ ഒന്ന് പങ്കെടുക്കൂ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള, ഞാൻ എല്ലാ ടൂൾസും പഠിച്ച ആളാകുന്നു. NLP പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിച്ചിട്ടുണ്ട്, എനർജി ഹീലിംഗിന്റെ ഏകദേശം എല്ലാ, പ്രാണിക് ഹീലിംഗ് തൊട്ട് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഹിപ്നോട്ടിസം ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ. ഇന്ത്യയിൽ അകത്തും പുറത്തും ഒക്കെ പോയി ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പോയി പഠിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയതും വളരെ എളുപ്പം ഫാന്റാസ്റ്റിക് ആയിട്ട് ഈ പ്രോഗ്രാമിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രോഗ്രാമിനെ പൊളിച്ചു മാറ്റിയിട്ട് പുതിയ ഒരു പ്രോഗ്രാമും ഫയലും ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കുന്ന അതിശക്തമായ ഒരു ടൂളാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് നമ്മുടെ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആ പ്രോഗ്രാമിംഗ് എന്താണ്? ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ളതുപോലെ, നമ്മുടെ മനസ്സിലുള്ളതുപോലെ തന്നെ ശരീരത്തിൽ ഒരു മെമ്മറി ഉണ്ട്. ഒരാൾക്ക് കടക്കണി അല്ലെങ്കിൽ പ്രതിസന്ധി, പ്രശ്നം ഇതിങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഈ പ്രശ്നത്തിന്റെ ഒരു മെമ്മറി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് പ്രശ്നം ഇല്ലാത്ത ഒരവസ്ഥക്ക് ശരീരം അനുവദിക്കുകയില്ല. മനസ്സിലായില്ല? ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യപാനിക്ക് ആഗ്രഹം ഉണ്ടാവും, ഈ കിട്ടുന്ന ക്യാഷ് ഒക്കെ എൻ്റെ മക്കൾക്ക് ചെലവഴിച്ചാൽ എത്ര നന്നായിരുന്നു, മനുഷ്യന്മാരുടെ മാനം കെടാതിരുന്ന എത്ര നന്നായിരുന്നു, ഈ മുഴുത്ത എൻ്റെ കുടി, എൻ്റെ ദൈവമേ ഇത് നിർത്താൻ ഞാനിപ്പോ എന്താ ചെയ്യുക, ഇവർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ബോഡി സെല്ലുലാർ മെമ്മറിയിൽ ഈ സംഭവം കിടക്കുന്നുണ്ടാവും. ഏത് സംഭവം? ഈ പറയപ്പെട്ട മെമ്മറി കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇയാളത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും ശരി, ശരീരം അയാൾ നിർബന്ധിക്കും, പോയി കുടിയടാ. കാരണം ബോഡിക്ക് അങ്ങനെ ഒരു മെമ്മറി ഉണ്ട്, ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ഇത് ഒരു കള്ളുകുടിയുടെ കാര്യത്തിൽ മാത്രമല്ല. ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അതിൽ നിന്നും മോചനം നേടണമെന്നും അത് മോശമാണ് എന്ന് അറിയുന്നവരുമല്ലേ പ്രിയപ്പെട്ട ടൈപ്പ് ചെയ്ത്. ലഹരി ഉപയോഗിക്കുന്നവരെല്ലാം അത് മോശമാണെന്നും അത് ചെയ്യാൻ പാടില്ലെന്നും ഇതിൽ നിന്ന് താൻ രക്ഷപ്പെടണമെന്നും ചിന്തിക്കുന്നവരല്ലേ ആകുന്നു. കുറഞ്ഞ ശതമാനം ആൾക്കാരെങ്ങാനും അത് അല്ലാതെ പറഞ്ഞേക്കും. അല്ലാത്തവരൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. പക്ഷെ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഈ പറയപ്പെട്ട മെമ്മറി ബോഡിയിൽ കിടക്കുന്നു. അപ്പോ ഈ മെമ്മറി ബോഡിയിൽ കിടക്കുന്നിടത്തോളം കാലം ഇയാൾ വിചാരിച്ചാലും ചായക്കുടി മാറ്റാൻ പോലും പറ്റുന്നില്ല. ഒരാൾ പറഞ്ഞു, വളരെ കറക്റ്റാണ്.
എന്നിട്ടല്ലേ മദ്യത്തിന്റെ കാര്യം ആ പറഞ്ഞ ആള് വളരെ കറക്റ്റാണ്. ചായക്കുടി മാറ്റാൻ പറ്റുന്നില്ല. നമുക്ക് ചായ ആ കറക്റ്റ് സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം എന്തൊരു അസ്വസ്ഥ ഉണ്ടാകും. സ്മോക്കിംഗ്, ഇത് ചായയും സ്മോക്കിങ്ങും ഇതിൽ മാത്രമല്ല, ഇതുപോലെ ഒരു അഡിക്ഷൻ ആകുന്നു. പരാജയം, പണമില്ലായ്മ, കുടുംബ പ്രശ്നം. നിങ്ങൾ വിചാരിക്കും ഇത് ചായയിലും കോപ്പയിലും മാത്രമേ ഉള്ളൂ. അതല്ല, ഇത് എല്ലാ സർവ മേഖലകളിലുണ്ട്. അപ്പൊ ഞാനൊരു ഈ ഫോർമുല ഒന്ന് മാറ്റി പറയാം. ഈ ഫോർമുല, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് TFR സമം, സോറി, TF എന്താ പറഞ്ഞ അവള്, തോട്ട് ഫീലിംഗ് ആക്ഷൻ, TFA സമം റിസൾട്ട് എന്നാ പറഞ്ഞു. ആ ഫോർമുല ഞാനൊന്ന് ഒന്നുകൂടി മാറ്റി പറയാണ്. P പ്ലസ് T പ്ലസ് F ഈസിക്കൽ ടു R. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ചിന്ത, വികാരം, പ്രവൃത്തി, റിസൾട്ട്. ഇപ്പൊ ഞാൻ മാറ്റി പറയാണ്. ചിന്തക്ക് മുന്നിൽ P പ്രോഗ്രാമിംഗ്, ബ്ലൂ പ്രിന്റ്. ഇതനുസരിച്ച് ചിന്ത, തോട്ട്. ഇതനുസരിച്ച് F ഫീലിംഗ് അല്ലെങ്കിൽ ഇമോഷൻ. ഇതനുസരിച്ച് റിസൾട്ട്. ഇപ്പൊ ചിന്തയിൽ മാറ്റം കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇയാൾക്കറിയാം ചിന്തയിൽ മാറ്റം കൊണ്ടുവരണം, പക്ഷെ പറ്റണ്ടേ? എത്ര സത്യമാണ് എൻ്റെ സഹോദരന്മാരെ ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ കേൾക്കുവാൻ നിങ്ങൾക്കൊരു ഒരു യോഗമുണ്ടായില്ലേ? ഇതാകുന്നു എൻ്റെ സ്നേഹനിധികളായ സഹോദരങ്ങളെ സർവ മനുഷ്യന്റെയും പ്രശ്നം. ഇതാകുന്നു പ്രശ്നം. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും സങ്കടങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഉള്ളിലേക്ക് പോയിട്ട് അതിന് കാരണമായിട്ടുള്ള ആ ഘടകങ്ങളെ മാറ്റി സ്ഥാപിക്കുകയല്ലേ വേണ്ടത്, പ്രിയപ്പെട്ടവരെ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇത് കേട്ടിട്ടും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലേ? ഒന്ന് ടൈപ്പ് ചെയ്തേ. അവിടെ പോയിട്ട് മാറ്റം കൊണ്ടുവരികയല്ലേ നമ്മൾ വേണ്ടത്? അതാണ് വേണ്ടത്. അതാണ് വേണ്ടത്. 50 ലക്ഷം കടമുള്ളവൻ അവനോട് പറയാണ്, നീ ഒന്ന് EFT വരൂ. അയ്യോ സോർ, ഇത്രയും കടം. ഈ കടത്തിന് കാരണം തന്റെ ഉള്ളാണ് മനുഷ്യ. ഇതിനെ ഒന്ന് മാറ്റിയിട്ട് പുതിയ നിന്നെ ഉണ്ടാക്കൂ. സോർ അതിന് പറ്റില്ല. ഇവനത് ചെയ്യില്ല. എന്തുകൊണ്ട്? ഇയാളുടെ ഉള്ള പ്രോഗ്രാമിംഗ് എന്താണ്? ദാരിദ്ര്യത്തിന്റെ പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ഇയാളുടെ ചിന്ത എന്തായിരിക്കും? ഈ ദാരിദ്ര്യം കൂട്ടാനുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. ഇയാളുടെ ഫീലിംഗ് എന്തായിരിക്കും? നന്മയിലോട്ട് പോകുകയാണ്. ഫീലിംഗ് ഒന്നും ഇയാൾക്ക് വരൂല. ഇയാൾക്ക് വിശ്വാസം ഉണ്ടാവൂല. ആയിരക്കണക്കിന് ആൾക്കാർ അനുഭവം പറഞ്ഞാലും അതൊക്കെ വേറെ എന്തോ ആയിരിക്കും. പണ്ട് പറഞ്ഞില്ലേ, ചങ്ക് പറിച്ച് കാണിച്ചു കൊടുത്താൽ പറയും അത് ചെമ്പരത്തി പൂവാണ്. ഞാൻ എന്തുവാ പറയാം? ഇപ്പൊ ഈ ട്രഷറും ഈ കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് ഞാൻ എപ്പോഴും ഇതിനാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ സത്യം തിരിച്ചറിഞ്ഞ് ഇതിന്റെ പിന്നാലെ എൻ്റെ ആയുസ് തീരുന്നതിന് മുമ്പ് എനിക്കറിയുന്ന ഈ കാര്യങ്ങളൊക്കെ കുറെ ലക്ഷക്കണക്കിന് ആൾക്കാരിലോട്ട് ഇത് എത്തിക്കട്ടെ. കാരണം നമുക്കൊക്കെ, നമ്മളൊന്നും എല്ലാ കാലത്തും ഇവിടെ ജീവിക്കുന്ന ഒരു എന്താ പറയാ ചിരഞ്ജീവികളൊന്നും അല്ല. മാത്രമല്ല ഒരുപാട് ആൾക്കാരിലോട്ട് ഈ ഒരു സന്ദേശവും ഈ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കാലം കഴിഞ്ഞാലും നമ്മളിവിടെ ജീവിക്കും. മനസ്സിലായില്ലേ? ഇതിനു വേണ്ടിയാ നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ടും ഒരു ആക്ഷൻ എടുക്കാതെ, സാറെ ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്, പക്ഷെ അതിന് ആക്ഷൻ എടുക്കാൻ ഇപ്പൊ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് പോവാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് തികച്ചും ദൗർഭാഗ്യകരമാണ്. നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാവുന്നു.
നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാകുന്നു അങ്ങനെ ഒരു തീരുമാനം. ഇങ്ങനെയൊക്കെ കേട്ടിട്ടും ഇതിലൊന്നും പങ്കെടുക്കാതെ പഴയ പ്രോഗ്രാമിലുമായി അതുമായി ബന്ധപ്പെട്ട് തന്നെ സഞ്ചരിക്കാനുള്ള ഒരു തോന്നലാ നമുക്ക് എങ്കിൽ, അത് നിങ്ങളോട് മാത്രം ചെയ്യുന്ന ക്രൂരതയല്ല, നിങ്ങളെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാകുന്നു, നിങ്ങളുടെ പങ്കാളികളോട് ചെയ്യുന്ന ക്രൂരതയാകുന്നു, മൊത്തം സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയാകുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോകത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല സേവനം എന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല ഒരു വേർഷന് കൊടുക്കുക എന്നതാകുന്നു. പ്രോഗ്രാം പോസിറ്റീവായ ധനവാനായ ഒരു പ്രോഗ്രാമുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറിയാൽ ഈ ലോകത്തിന് മുഴുവനും അത് ഗുണമാകുന്നു. ഇതാകുന്നു പച്ചയായ സത്യം. അതുകൊണ്ട് ഞാൻ 2 ദിവസമാണ് ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉദ്ദേശിച്ചിരുന്നത്, 3 ദിവസത്തിലോട്ട് മാറ്റി. ഇനി ഇത് തീർന്നിട്ടില്ല, നമുക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് പറയാം. പക്ഷെ ഇതൊക്കെ നിങ്ങൾ അറിവ് മാത്രമാണ്. ഇത് അനുഭവത്തിന് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ കീഴിൽ പരിശീലനം നടത്തി, അനുഭവസ്ഥരുടെ, അതാണ് ഞാൻ പറയുന്നത്, അനുഭവസ്ഥരുടെ കീഴിൽ പരിശീലനം നടത്തി ഈ പ്രോഗ്രാമുകളൊക്കെ ഓരോന്നിനെയും തോണ്ടിയെടുത്ത് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് പുതിയതിനെ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. അതിന് ഹാപ്പി പാർക്ക് എല്ലാ ദിവസവും രാവിലെ 6:30 സൗജന്യമായ പ്രോഗ്രാം ഉണ്ട്. അതിനപ്പുറത്തേക്ക് കോഴ്സുകളുണ്ട്. അതിനിപ്പോ നിങ്ങൾക്കൊരു സുവർണാവസരം, ഏറ്റവും ഏതൊരു മനുഷ്യനും ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, കുറെ പ്രശ്നങ്ങളുമായിട്ട് വരൂ. കാരണം ഈ പ്രശ്നങ്ങളുമായിട്ട് വരൂ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം ഇതെന്താ ഇതിന്റെ അകക്കാര്യം നമുക്കറിയാം. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തിരിച്ചു പോകൂ. ഇതൊരു വലിയ പ്രതീക്ഷയല്ലേ പ്രിയപ്പെട്ടവരെ? ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ അതിനൊരു വലിയ ഒരു അവസരമുണ്ട്. അതുകൂടി സാന്ദർഭികമായി ഞാൻ പറയാം. ഈ വരുന്ന ഞായറാഴ്ച കോഴിക്കോട് വെച്ച് ഒരു പ്രോഗ്രാം നടക്കുന്നു. ആ പ്രോഗ്രാമിൽ നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം കൃത്യമായി മനസ്സിലാക്കുവാൻ, ഈ പറഞ്ഞ മാതിരിയൊന്നും അല്ലാതെ, ഇപ്പൊ ഈ ഓൺലൈനിൽ എടുക്കുന്ന ഇതുപോലെയൊന്നും അല്ല. നമ്മുടെ എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പൊ ട്രഷറിൽ പങ്കെടുക്കുന്നവർക്കറിയാം ഇതുപോലെയല്ല, ക്ലാസ് വേറെയാണ്. മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തവർക്കറിയാം ഞാനിപ്പോ പറയുന്ന പോലെയല്ല, അത് വേറെയാണ്. ഓഫ്ലൈനിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കറിയാം ഇപ്പം കാണുന്നത് പോലെ ഒന്നും അല്ല, അത് വേറെയാണ്. അത് അനുഭവിക്കണം. ഏകദേശം ഒരു 8-10 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ക്ലാസ് അങ്ങനെ കേൾപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, അനുഭവിപ്പിച്ച് നിങ്ങൾ ഇത് ഫയലുകളെ ഇളക്കി ഒരു മാസത്തോളം വിദഗ്ധരായിട്ടുള്ള അനുഭവസ്ഥരായ ആളുകളുടെ പരിചരണത്തിൽ നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കുവാൻ സാധ്യമാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഈ 18-ാം തീയതിയും വരുന്ന 25-ാം തീയതിയും എത്ര ആളുകൾക്ക് കോഴിക്കോടും എറണാകുളത്തും, ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ഉള്ള ആളുകൾക്ക്, തൃശ്ശൂരുള്ള ആളുകൾക്ക് കോഴിക്കോട് എറണാകുളത്ത് പങ്കെടുക്കാം. മംഗലാപുരം മുതൽ, അതായത് കാസർഗോഡ് മുതൽ വയനാട്, മലപ്പുറം, പാലക്കാട്, ഈ തൃശ്ശൂരിന്റെ പല ഭാഗം ഇവർക്ക് കോഴിക്കോടും പങ്കെടുക്കാം. നമുക്ക് സമയക്കുറവ് കൊണ്ടാണ്. താല്പര്യമുണ്ട് കണ്ണൂർ വെക്കാനും കോഴിക്കോട് വെക്കാനും എറണാകുളത്ത് വെക്കാനും തിരുവനന്തപുരത്ത് വെക്കാനും കൊല്ലത്ത് വെക്കാനൊക്കെ താല്പര്യമുണ്ട്. മാസത്തിൽ 4 ആഴ്ചയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് പറ്റാത്തത് കൊണ്ടാണ്. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഒന്ന് ടൈപ്പ് ചെയ്ത് എത്ര ആളുകൾക്ക് അവരുടെ ഈ ബ്ലൂ പ്രിന്റ് മാറ്റി. ബ്ലൂ പ്രിന്റ് മാറ്റുമ്പോൾ മാത്രമേ ചിന്ത മാറൂ. അതാണ് ട്രഷറിലൊക്കെ കുറെ ആളുകൾ ആദ്യം ഒരു പിടിച്ച ബ്ലൂ പ്രിന്റുമായിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പോ ഈ പിടിച്ച ബ്ലൂ പ്രിന്റുമായിട്ട് വരും. അവർക്ക് ചിലപ്പോൾ അത് പൊട്ടാൻ കുറച്ച് പണിയുണ്ട്. അത് പൊട്ടിച്ചിട്ട് പുതിയത് കൊടുക്കുമ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖം ചില്ലറയല്ല. ഒരുപാട് ആളുകൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിലും ടൈപ്പ് ചെയ്ത് യെസ്, ഒത്തിരി ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. നേരത്തെ പങ്കെടുത്തവർ വീണ്ടും പങ്കെടുത്തോളൂ. കാരണം ഓരോ പ്രോഗ്രാമും വ്യത്യസ്തമായിരിക്കും. അപ്പൊ യെസ്, വളരെ സന്തോഷം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പണിയപ്പോ നിങ്ങൾ ചെയ്യുന്നത് ഇതാണ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. നമ്മളെ പരിപാടി എന്താ ചോദിക്കുകയാണെങ്കിൽ, സാർ ഇതൊക്കെ ഞാൻ ചെയ്യാം, എൻ്റെ വൈഫിനൊരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്, അതൊന്നും മാറി കിട്ടിയാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ എല്ലായിടത്തും വരാം. അതിന് കാരണം നിങ്ങൾ അകത്താകുന്നു.
നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്തെങ്കിൽ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും. വേറെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ഇവിടെ എന്തെങ്കിലും ചെയ്തെങ്കിലേ വേറെല്ലോട്ട് പോകാൻ പറ്റൂ. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ മുന്നോട്ട് പോവാ. ഒരു അഗ്നി കാണുന്നു, അഗ്നി. ഈ അഗ്നിയുടെ തൊട്ടപ്പുറത്താണ് ഒരാൾ, അയാളെടുത്താ പോകുന്നത്. അയാളെടുത്ത് എത്തണം. അപ്പൊ ഈ അഗ്നി എന്ത് ചെയ്യണം? അപ്പൊ ആദ്യം ഈ അഗ്നിയെ കെടുത്തണം. ഈ അഗ്നി എടുക്കണം. ഈ അഗ്നി കൊണ്ടാണ് അയാൾക്കും ചൂട്. മനസ്സിലായില്ലേ? നമ്മളെന്താണ്? അയാളെടുത്തെത്തി അയാളെ തണുപ്പിക്കണം, അഗ്നിയൊക്കെ പിന്നെ കെടുത്താം. ഇതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്. ആദ്യം അവനവന്റെ ഉള്ളിൽ അഗ്നിയെ കെടുത്തു. അതിനാണ് സമയം ചെലവഴിക്കേണ്ടത്. ഇത് നിങ്ങൾ ഏറ്റെടുക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടി, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ, ഇതൊക്കെ കേട്ടിട്ടും നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നതെന്നും, ഈ പ്രോഗ്രാമിംഗ് ആണ് ചിന്തയെയും, ചിന്തയാകുന്നു വൈകാരികതയും, ഈ വൈകാരികതയാകുന്നു നമ്മുടെ പണി ആക്ഷനിലോട്ടും നയിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്താലും തോന്നുന്നത് മുഴുവനും മണ്ടത്തരമാവാൻ കാരണം പ്രോഗ്രാമിംഗ് മുഴുവനും അങ്ങനെ ആയതുകൊണ്ടാവും. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ്? പ്ലീസ് കം ടു മൈ പോയിന്റ്. പറഞ്ഞത് ക്ലിയർ അല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? സംസാരിക്കാം. സാറേ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങളും മനസ്സിലായി. മനസ്സൊക്കെ അങ്ങ് എനിക്ക് പറയാൻ വയ്യ, അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത് എല്ലാം മനസ്സിലാക്കി വെച്ചേക്കുന്നത്. സത്യത്തിൽ ഇതെല്ലാം നമ്മളെ സ്വന്തം അനുഭവങ്ങളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ എല്ലാം ഒരു മാറ്റം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും. യെസ്, വളരെ സന്തോഷം. അതുകൊണ്ടാണ് അവർ ഈ റിസ്ക് ഒക്കെ എടുക്കുന്നതും, ഈ ഒരു വയസ്സിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടും ഇതിനൊക്കെ എന്താ പറയാ മുന്നോട്ട് വരുന്നത്. ഇത് എവിടെയോ ചെയ്തൊരു പുണ്യമാകുന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഒരുപാട് ആൾക്കാർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. ഞാൻ ഇതിൽ എങ്ങനെ കയറി പറ്റിയെന്ന് പോലും എനിക്ക് അറിയാൻ വയ്യ. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ. എല്ലാം ദൈവം എനിക്ക് തന്ന ഒരു ദാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും സാറിന് വലിയ നന്ദി സാറേ. ഓക്കെ സാർ, സന്തോഷം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പറഞ്ഞത് ക്ലിയർ അല്ലേ? അതുപോലെ നാളെ നിങ്ങൾക്ക് കുറച്ച് ഒരു ഹാപ്പി ഫ്രൈഡേ ആണ്. നാളെ എല്ലാവരും പങ്കെടുക്കണം. ഞാനിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണക്കാരുടെ ഫയലിനെ കുറിച്ചുള്ള ഒരു സെഷൻസ്, മണി മൈൻഡ് സെറ്റ്, അവരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് നാളെ കേൾക്കാൻ പറ്റും. മനസ്സിലായില്ലേ? മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ഇപ്പൊ 13ാമത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ചിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ആരെങ്കിലും ഉണ്ടോ ഇതില് ഇപ്പൊ പങ്കെടുക്കുന്ന? ഉണ്ട് ഉണ്ട് ഉണ്ട്. സംസാരിച്ചോളൂ. മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ലേ? യെസ്, ഏതായാലും കൊള്ളാം. നാളെ നമുക്ക് അത് കേൾക്കാം. ഇന്നത്തെ പറഞ്ഞാൽ സമയം ഉണ്ടാവില്ല. ഒരുപാട് ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ അനുഭവങ്ങൾ പറയുമ്പോൾ ഒത്തിരി സമയം പോകും. നമുക്ക് നാളെ അവരോട് സംസാരിപ്പിക്കാം. അതേപോലെ തന്നെ നമ്മുടെ എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാകുന്നു. ഇതിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതല്ലാതെ ഈ മോട്ടിവേഷൻ അല്ല. വെറും മോട്ടിവേഷൻ പറഞ്ഞിട്ട് ഇപ്പൊ മനസ്സിലായില്ല, അതാണ് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ വീണ്ടും നമ്മുടെ പ്രോഗ്രാമിംഗ് ബ്ലൂ പ്രിന്റ് ഇതായതുകൊണ്ട് നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലൂ പ്രിന്റ് മാറ്റണം എന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? ഇപ്പൊ ട്രഷറൊക്കെ പങ്കെടുക്കുമ്പോ ഇതിൽ ആദ്യത്തെ ട്രഷറിലൊക്കെ ഒരൊറ്റ സെഷനേ ആയിട്ടുള്ളൂ. പുതിയ ബാച്ചിന് 7ാമത്തെ ബാച്ച് ഒറ്റ സെഷൻ. ആ ഒരൊറ്റ സെഷനോട് കൂടി തന്നെ നമ്മുടെ ഉള്ളിലെ പലതും ഇളകിയില്ലേ പ്രിയപ്പെട്ടവര്? ശരിയല്ലേ ഞാൻ പറയുന്നത്? ഒരാള് ഒന്ന് മൈക്ക് പോയിന്റിൽ വന്ന് ട്രഷർ പുതിയ ബാച്ചിലുള്ള ഒരൊറ്റ ക്ലാസ് തന്നെ അധികം ഇളകിയില്ലേ? മുകുന്ദൻ സാർ എന്ന് പറയുന്നു. മുകുന്ദൻ സാർ, അദ്ദേഹത്തെ വീഡിയോയിൽ കാണുന്നു, എന്ന് പറയുന്നു കാഴ്ചപ്പാടുകൾ ഇപ്പം തന്നെ ഇളകിയില്ലേ? ഇത്രയും പ്രായത്തിൽ ഇദ്ദേഹം
ഒരു ജ്യോതിഷ പണ്ഡിതനാണ്, എല്ലാമാണ്. എന്ത് പറയുന്നു സാർ? ഒറ്റ സെഷൻ എന്ത് പറയുന്നു? കേൾക്കുന്നില്ല, മൈക്കോണാക്കും. മ്യൂട്ടാണ്. അൺമ്യൂട്ട് ആക്കൂ സാർ. പറയൂ. കേൾക്കുന്നില്ല. സാറിന് എന്തോ ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. സംസാരിക്കാൻ ശ്രമിക്കുന്നു. വി കനോട്ട് ഹിയർ. ഞാൻ അവരോടൊക്കെ പറയിപ്പിക്കുന്നത് എന്തിനാ ചോദിക്കുകയാണെങ്കിൽ അവരൊക്കെ എക്സ്പെർട്ടാണ്. ഇത്രയും പ്രായമായ ആൾക്കാരാണ്, കൊച്ചു കുഞ്ഞുങ്ങളോ ഒന്നുമല്ല. എന്ത് പറയുന്നു സാർ? സാറ് സംസാരിക്കാമോ? ഹലോ സാർ. മുകുന്ദൻ സാർ സംസാരിക്കാൻ ഹലോ പറ്റുന്നില്ല. ഹലോ സാർ. പറയൂ. അത് എന്തോ ഒരു ഫോണിന്റെ ഒരു പ്രശ്നമായിരുന്നു. സാർ, ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ എൻ്റെ അഭിപ്രായം അതിൻ്റെ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നു. പക്ഷെ ഇതിപ്പം വേറെ ഗ്രൂപ്പാണല്ലോ. അപ്പോൾ ഈ കേട്ടിടത്തോളം കൊണ്ട് തന്നെ ഞാൻ ഇന്നലെ എൻ്റെ ഉത്കണ്ഠ അതിന് രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഇത് നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് അതായത് നോക്കണം, ഇദ്ദേഹം ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാണ്. അയാൾ പറയാണ് ഇത് എന്തുവാണ് ഈ സംഭവം എന്ന്. അപ്പൊ ഇതിന്റെ ആഴം നോക്കണം നിങ്ങൾ. അദ്ദേഹം ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞത് നിങ്ങളോട് പറയാണ്. ഇത്രയും പ്രായമുള്ള ഒരാളാണ്, ഏജ്ഡ് ആയ ഒരാളാണ്. അപ്പോ സാറ് ഒരു കാര്യം മനസ്സിലാക്കേണ്ട, മൂന്നൻ സാർ സാറേക്കാളും എത്രയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാർ ഈ ട്രഷർ കോഴ്സിലൂടെ പോയി ഇത്രയും ബാച്ച് കടന്നുപോയി. അവരൊക്കെ ഹാപ്പിയായി. കണ്ടില്ലേ നിങ്ങൾ? ഓരോ ദിവസവും നമ്മുടെ ചാനലുകളിൽ ഇടാത്തതാണ് ഇട്ടതിനേക്കാളും കൂടുതലുള്ളത്. പറയുന്ന നോക്കിയിട്ടാണെങ്കിൽ അതിനേക്കാളും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ സാറെ പോലത്തെ ആൾക്കാർക്കൊക്കെ വളരെ ആഴമല്ലേ സാർ? എസോർണോ? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കേട്ടതിൽ നിന്നും അറിഞ്ഞതിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും ചിന്തിച്ചതിൽ നിന്നും ഒക്കെ 100% വ്യത്യസ്തമല്ലേ? ആ ഒരു ഏരിയ പറയും സാർ. അത് നമ്മളൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ കേൾക്കാനിടയായിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകമായ ഒരു തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതാണ് നമുക്കത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. ഇത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും? അത് അത്രയും ഗംഭീരമാണ്. വെരി ഗുഡ്, വളരെ സന്തോഷം. എന്ന് പറയുന്നു തോമസ് സാർ. തോമസ് സാറും ഒരു അത്യാവശ്യം പ്രായമുള്ള പരിചയസമ്പന്നനായ ഒരാളാണ്. തോമസ് സാർ ഒന്ന് മൈക്കോണാക്കി സംസാരിക്കൂ. ട്രഷറിന്റെ ഫസ്റ്റ് ക്ലാസ് കേട്ടോ സാർ? മൈക്കോണാക്കി സംസാരിക്കും. ഹലോ. സാർ കേട്ടോ? ഞാനിപ്പോ സാറിന്റെ ക്ലാസ് ഇപ്പൊ ഞാൻ കേട്ടല്ലേ, ഈ ബൈബിൾ സ്റ്റഡിയാ സത്യത്തിൽ നടത്തുന്നത്. കാരണം ആത്മീയത വന്നാലേ ഇതെല്ലാം വരത്തുള്ളൂ. ദൈവവിശ്വാസവും സ്നേഹവും ദയയും കരുണയും അത് വന്നാലല്ലേ ഓക്കെ. ഇപ്പൊ മുമ്പേ പറഞ്ഞ ആ പുള്ളിക്കാരന് പ്രായമാണെങ്കിലും പുള്ളി ഒരു ആക്റ്റീവ് നെഗറ്റീവ് മൈൻഡിലാ പുള്ളി ഇപ്പോഴും സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അതല്ല, നെഗറ്റീവ് അല്ല. അതാ പുള്ളിയുടെ കുഴപ്പമില്ല, പുള്ളിയുടെ ബ്രെയിനിന്റെ ഭയങ്കര എന്ന വേർഡ് പോലെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വളരെ പോസിറ്റീവാണ്. കാരണം അത്രയും വലുതാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹം ചേരുന്നില്ലല്ലോ. ചേർന്നത് ഒരു നല്ല പോസിറ്റീവ് തിങ്കിങ് വരുന്നില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്റെ അഭിപ്രായം ആണോന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ ഇത് ശരിയായിട്ട് ട്രെയിൻ ചെയ്ത് പോയാൽ നല്ലൊരു മാറ്റം വരും. എനിക്ക് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് EFTയുടെ കൊണ്ട് എനിക്ക് കൂടുതൽ പ്രയോജനം മതി. ധനത്തിലുപരി ധനവും വേണം എന്ന് പറഞ്ഞാൽ അതിലുപരി നമുക്ക് മനസ്സമാധാനം സന്തോഷം കിട്ടാൻ ഏറ്റവും നല്ലൊരു വേദിയാണ് ഹാപ്പി പാർക്ക്. അതിന് പ്രോത്സാഹനം കൊടുക്കുന്നു. അത് ഞാൻ 10 പേരോട് പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ സ്പിന്നിംഗ് മില്ലിന്റെ ഡയറക്ട് ബോർഡ് തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരാളായിട്ട് കാറെ പോയപ്പോൾ പുള്ളിയും കൂടെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. അപ്പോ ഒരു കാര്യം ചെയ്യാം. ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ഒരു സുവർണ അവസരം എന്ന് പറയുന്നത് EFT ആവുന്നു കോഴിക്കോടും എറണാകുളത്തും. അപ്പോ എല്ലാവരും അതിലൊന്ന് പങ്കെടുത്തിട്ട് അത് അനുഭവിക്കാത്തിടത്തോളം കാലം നമുക്കൊരു ഊഹം മാത്രമായിരിക്കും. ട്രഷറാണെങ്കിലും ട്രഷർ ഇപ്പൊ ഇനിയിപ്പോ അടുത്ത ബാച്ചിൽ പങ്കെടുക്കാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് EFT ഒന്ന് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടോ ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ്? ഒരു സംശയം ഉണ്ടായിരുന്നു സാർ.
ഇന്നലെ എന്നാത്ത ക്ലാസ്സാ പറഞ്ഞെന്ന് അറിയില്ല. എന്നുവെച്ചാൽ ഈ പിന്നെ മൈൻഡ് സെറ്റ് മാറ്റാത്ത ആൾക്കാർ ഇപ്പൊ നമ്മളെ ഒരു പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നത്തിൽ സാറ് പറഞ്ഞിരുന്നു. ഉം. പിന്നെ പിന്നെ ഭർത്തൃമാതാവിന്റെ അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല, അവർ ഇറങ്ങിപ്പോയി എന്നല്ല. അവർക്ക് എന്താ നമ്മൾ അഫർമേഷൻ കൊടുക്കുക? അതിനുള്ളൊരു വിഷയം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, നമുക്ക് എല്ലാവരുടെ പ്രശ്നത്തിനെയും കാരണം അറിയാം. Yeah. ഈ കാരണം അറിയാം, അവര് ഈ സൊല്യൂഷനിലോട്ട് വരില്ല എന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും സാറേ, അവരോട് നമ്മുടെ അടുത്താണ് അവരുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളും വിശ്വാസങ്ങളും മാറ്റണം, എന്നിട്ട് സംസാരിക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, അവളെ കുറിച്ച് വളരെ ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള, അവൾ എന്തായി തീരണം, പോസിറ്റീവായിട്ട് ഏത് രൂപത്തിൽ മാറണം എന്ന ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരിക്കണം. ആ രൂപത്തിൽ സംസാരിക്കുമ്പോൾ താൽക്കാലികമായിട്ട് ചിലപ്പോ നമ്മൾ പറഞ്ഞ് കേട്ടോണമെന്നൊന്നും ഉണ്ടാവില്ല. ഉദാഹരണം പറയാം, ഞാനൊരു സ്റ്റീഫൻ കോവിൻ ഉദാഹരണം ഇന്നലത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ കുട്ടിക്ക് കുറച്ച് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് ഭാര്യ ഭർത്താവ് എപ്പോഴും എന്ത് ചെയ്യും, അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യും. അവന്റെ സ്പോർട്സിന് പോവും, കൈയടിക്കും, സഹായിക്കും, ഉഷാർ. അവൻ ഉഷാറായി വരും. ഒരു ഉഷാറും വരുന്നില്ല. കാരണം ഇവനൊരു ബാക്ക്വേർഡ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ സപ്പോർട്ട് കൊടുക്കുന്നത്. അധിക ആൾക്കാരും ഇവള് പറഞ്ഞാൽ കേൾക്കൂല, ഇവള് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് എന്ന വിശ്വാസത്തിലാണ് ഇവർക്ക് ഉപദേശം കൊടുക്കുന്നത്. പക്ഷേ സ്റ്റീഫൻ കോവിൻ ഈ കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹം പിന്നെ ആ ഭാഗം വിട്ടു. നീ കഴിവുള്ളവനാണെന്ന് എനിക്കറിയാം, നീ സ്വന്തം നിലക്ക് നീ നിന്റെ രൂപത്തിൽ ചെയ്യും. അപ്പോ ആദ്യമൊക്കെ ഈ കുട്ടിക്ക് ഭയങ്കര പ്രശ്നമുണ്ടായി. ഇത് ഏത് മാറ്റവും വേദനാജനകമാകുന്നു. ആദ്യം തൊട്ട് മാറിക്കൊള്ളുന്നുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഇത്രയും ആൾക്കാർ പോലും ആദ്യം കുറച്ചൊരു ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ ക്രമേണ ഈ കുഞ്ഞ് പിന്നെ മാറി. ആ കുഞ്ഞ് മാറി എന്നല്ല, ഈ സ്റ്റീഫൻ കോവിന്റെ പുസ്തകമുണ്ട്, 7 Habits of Highly Successful People. ആ പുസ്തകത്തിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സെഷൻ ഉണ്ട്, ഒരു പുസ്തകമുണ്ട്, 7 Habits of Teen, കൗമാരക്കാരുടെ 7 ശീലങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം വളരെ കുറഞ്ഞ എഡിഷനെ ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വത്സൻ എന്ന് പറയും. ഞാൻ ആ പുസ്തകം വായിക്കുമ്പം, അന്ന് ഞാൻ ഓഫീസിൽ ഇരുന്ന് വായിക്കുമ്പോൾ ഞാൻ വായിച്ചു കഴിയാൻ വേണ്ടി കാത്തിരുന്നു. അദ്ദേഹം ആ പുസ്തകം കൊണ്ടുപോയി. പിന്നെ ഇന്ന് വരെ ആ പുസ്തകം എനിക്ക് തിരിച്ചു കിട്ടിയില്ല. ഈ പുസ്തകം എഴുതിയ ഷോൺ കർവ് ആണ് ഈ കുട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരാളോട് അയാള് ഒരു ഇങ്ങനെയുള്ള ആളാണ് എന്ന വിശ്വാസത്തോടു കൂടി അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ കുറച്ച് അയാൾ ഒരു പെർഫെക്റ്റ് ആകുന്നു, ഉഷാറാകുന്നു എന്ന രൂപത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ പറ്റുമെങ്കിൽ EFTയിലൂടെ കൊണ്ടു. ആദ്യം ഒന്നും കേൾക്കൂല. ഞാൻ ചോദിക്കട്ടെ അഷ്റഫ് സാറേ, ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ സാർ, ഒരുപാട് കാലമായി, വർഷമായി ഈ ട്രെയിനിങ്ങിലും ഇതിലും പങ്കെടുക്കുന്നു, ഒരുപാട് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നു. EFTയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, സിൻസിയർ ആയിട്ട് അവര് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരെല്ലാ പ്രശ്നവും മാറും. തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. നമ്മളെ അനുഭവത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഇതാണ് സത്യം, ഇതാകുന്നു സത്യം. സാർ ആ രൂപത്തിൽ ചെയ്യാം കേട്ടോ. ആരോട് സംസാരിക്കുകയാണെങ്കിലും അവർക്ക് ഓക്കെ ആണ് എന്ന രൂപത്തിൽ ചിന്തിക്കാം. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. അല്ലാതെ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നതിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. അങ്ങനെ നോട്ട് ഓക്കെ ആയിട്ട് ആരുമില്ല, തീർച്ചയായിട്ടും ഒരുത്തനുമില്ല. ലോകത്തെല്ലാവരും ഒരേപോലെയാണ്. ശരി, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പോ ബദറുദ്ദീൻ സാറേ, സാർ ഇവിടെ ഉണ്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ കോഴിക്കോടും എറണാകുളത്തും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. എന്റെ താല്പര്യം അതാണ്. ഒരു എക്സ്ക്യൂസും പറയാതിരിക്കുക. ചില ആൾക്കാർക്ക് പറയും സാറേ ദൂരമാണ്, എക്സ്ക്യൂസ് പറഞ്ഞാൽ സക്സസിന് അങ്ങ് മറന്നേക്കുക കേട്ടോ. ചില ആൾക്കാർ പറയും സാറേ കണ്ണൂർ കൊണ്ടുവെക്കുവോ, തിരുവനന്തപുരത്ത് കൊണ്ടുവെക്കുവോ, വെക്കുന്ന സ്ഥലത്ത് വരിക. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്? വളരെ സ്നേഹത്തിൽ പറയുന്നതാണ്. നമുക്ക് അങ്ങനെയല്ലേ പറ്റൂ. നമുക്കിപ്പോ 14 ജില്ലകളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഹാപ്പി പാർക്കിനെ പോലെ
ഇത്രയും ഓഫ്ലൈനുകളും ഇങ്ങനെയും കോഴ്സുകൾ ചെയ്യുന്ന വേറെ പ്ലാറ്റ്ഫോം ഉണ്ടോ? അഹങ്കാരത്തോടുകൂടി പറയുന്നതല്ല, ഇല്ല. എല്ലാ പ്രോഗ്രാമിലും ജനനിബിഡമായിട്ടുള്ള, നിങ്ങൾ കാണുന്നില്ലേ? എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുന്നില്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ? എല്ലാവരും കാണുന്നില്ലേ? കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ 100-ലധികം ആൾക്കാരാണ് പങ്കെടുത്തത്. എല്ലാ പ്രോഗ്രാമിലും ഇങ്ങനെ വരുന്നത് ആൾക്കാരുടെ മാറ്റം കൊണ്ടാവുന്നു. കുറേ ആൾക്കാർ ഇതൊക്കെ കേട്ടാലും നിൽക്കട്ടെ വെയിറ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ അവർക്ക് നഷ്ടമാവും. ശരി, അപ്പോ കോഴിക്കോട് പങ്കെടുക്കുന്നവരൊക്കെ ഒന്ന് അറിയിക്കുക. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നാളെ എല്ലാവരും പങ്കെടുക്കുക. എല്ലാ ദിവസവും 6:30 സൗജന്യമായ റിച്ച് വൈബ് ക്ലബ് ഉണ്ടാവും, അതിലെല്ലാവരും പങ്കെടുക്കുക. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. ഹലോ, പറയൂ. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you. ഓക്കെ, Thank you so much. താങ്ക് യു. Thank you, sir. Thank you.